Hello children, let us continue with 2D shapes and line of symmetry. We saw flat shapes are 2D shapes, and if there's a line along which if we fold the shape, the line divides the shape into exactly two equal parts which are the same or where one side is a mirror image of the other. അങ്ങനെയുള്ള ലൈനിനെയാണ് നമ്മൾ ലൈൻ ഓഫ് സിമെട്രി എന്ന് പറയുന്നത്. ഒരു ഇമാജിനറി ലൈൻ ഉണ്ട്, ആ ലൈനിൽ കൂടെ നമ്മൾ ഫോൾഡ് ചെയ്യേ അല്ലെങ്കിൽ അവിടെ ഒരു മിറർ വെക്കുകയോ ചെയ്താൽ ലൈൻ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് സൈഡും ഒരേപോലെ ഇരിക്കും. ഒരു സൈഡ് എക്സാക്റ്റ് ആയിട്ട് മറ്റേ സൈഡിന് മാച്ചിങ് ആയിരിക്കും. ഇല്ല അവിടെ ഒരു മിറർ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മിററിൽ എങ്ങനെയാണ് ഇമേജ് വരുന്നത് അതുപോലെ ആയിട്ട് നമുക്ക് ആ ഷേപ്പിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ആ ഇമാജിനറി ലൈനിനെയാണ് നമ്മൾ ലൈൻ ഓഫ് സിമെട്രി എന്ന് പറയുന്നത്. നെയിം ദ ഷേപ്പ്, റൈറ്റ് സെന്റൻസസ് ടു ഡിസ്ക്രൈബ് ദ ഷേപ്പ്, യൂസ് വേർഡ്സ് ലൈക്ക് സൈഡ്സ് ആൻഡ് വെർട്ടിസസ്, ഡ്രോ എനി ലൈൻ ഓഫ് സിമെട്രി യു ക്യാൻ സീ. വാട്ട് ഷേപ്പ് ഇസ് ദിസ്? യു ക്യാൻ സീ ദിസ് ഇസ് എ റെക്ടാംഗിൾ. അല്ലേ, ഈ ഷേപ്പ് എന്താണ്? ദിസ് ഇസ് എ റെക്ടാംഗിൾ. How can you describe a rectangle? A rectangle has four sides. A rectangle has four sides and four vertices. It has four sides and four vertices. Now draw a line of symmetry. You can see that a rectangle has two lines of symmetry. Vertical line of symmetry ഉണ്ട്, horizontal line of symmetry ഉണ്ട്. ഇവിടെ ഇത്തിരി വളഞ്ഞു പോയി, ഇങ്ങനെ വളയാൻ പാടില്ല. You can use a ruler. Since I am not using a ruler, ഇത് കുറച്ച് വളഞ്ഞു ആണ്. So when you draw line of symmetry, you have to use a ruler. Now what shape is this? You can see this shape has 6 sides. 1, 2, 3, 4, 5, 6. Like 6-sided figure ne nammal endha paraya? It is called a hexagon. A 6-sided figure is called a hexagon. Now how do you describe a hexagon? It has etra sides undu? We counted the number of sides to be 6. Like it has 6 sides. And എത്ര vertices ഉണ്ട്? 1, 2, 3, 4, 5, 6. It has 6 sides and 6 vertices. It has 6 sides and 6 vertices. It is a hexagon. Any line of symmetry. If I draw a line connecting these 2 points, see, you can see this divides it into 2 equal parts wherein both sides are the same. Ni ingane varachalo appum line of symmetry undu alle. These two correct aayittu varachu kaniyaal ee rendu side more pole undu. Now here we have another line of symmetry. These two sides will look the same. So you can draw it like this. Ingane varikkam, ingane varikkam, ingane varikkam. There are many lines of symmetry. You are asked to draw one. I have drawn 3. You can find another one as well. Now complete and color these pictures so that they are symmetrical. For the ones who love to color, chitram varikkan ishtalla aalkarkku, color cheyan ishtalla aalkarkku idu complete ചെയ്തിട്ട് symmetrical ആണ് എന്ന് പറഞ്ഞു. So I'll show you how to do this. അപ്പോൾ ഇവിടെ ഒരു ലൈൻ ഉണ്ട് അല്ലേ, ഇതിന്റെ എക്സാക്ട് സെയിം ലെങ്ത്തിൽ ഈ സൈഡിലേക്ക് സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. ഇവിടെ എത്ര നീളമുണ്ടോ അത്രയും നീളം തന്നെ ഇങ്ങോട്ട് വരച്ചു. അതുപോലെ താഴേക്ക് വരച്ചു. ഇത് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇവിടെ ടച്ച് ചെയ്തു. ഇനി എന്താണ്, ഫ്രം ദിസ് കോർണർ ഇത് സിമെട്രിക്കൽ ആവണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം, ഈ കോർണറിന് ഇങ്ങോട്ട് ഇതേപോലൊരു ലൈൻ വരണം അല്ലേ. ഇവിടെ മടക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് ലൈൻ ഓഫ് സിമെട്രി. ഇവിടെ മടക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ മിറർ ഇമേജ് വരണം. ഇനിയോ ഇവിടുന്ന്
ഇങ്ങോട്ടൊരു ലൈൻ വരണം അല്ലേ. ഇങ്ങനെ ലൈൻ വന്നാലേ സിമെട്രിക്കൽ ആയുള്ളൂ. ഇതാണ് ദിസ് ഇസ് ഹൗ യു ഡ്രോ ലൈൻ ഓഫ് സിമെട്രി. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലോ ഇതും ഇതേപോലെ ഈക്വൽ ആയിട്ട് ഈ സൈഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക, ഈ ലൈനും എക്സ്റ്റെൻഡ് ചെയ്യുക. ഇനി ഈ പിക്ചർ ഇതേപോലെ ഈ സൈഡിലേക്ക് വരച്ചു കഴിഞ്ഞ് കഴിഞ്ഞാല് സിമെട്രിക്കൽ. ചെറുക്ക് മൗസ് കൊണ്ട് വരയ്ക്കുമ്പോൾ അത്ര ക്ലിയർ ആയിട്ട് വരില്ല. when you draw with a pencil you can draw it better. okay, so അതേപോലെ ഹണി ബീയും ബഗും നിങ്ങൾ ഫിനിഷ് ചെയ്യുക and you can give it any color that you like. okay, now moving forward, similarly draw the other half of these pictures to make them symmetrical. സിമെട്രി ആവണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഇപ്പുറത്തെ സൈഡിലേക്ക് വരണം എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഇവിടെ ഇങ്ങനെ വന്നു, then നോക്കൂ സിമെട്രിക്കൽ ആയില്ലേന്ന്. ഇതിനെ ഇങ്ങോട്ട് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് ഇത് ഈ സർക്കിളിന്റെ ബാക്കി ഭാഗം ഇവിടെ വന്നു, ഇത് ഇവിടേക്ക് എക്സ്റ്റെൻഡ് ആയി, ഇവിടെ സർക്കിൾ വന്നു, ഇതിവിടെ എക്സ്റ്റെൻഡ് ആയി, സർക്കിൾ വന്നു. നിങ്ങൾ വരയ്ക്കുമ്പോൾ കുറച്ചുകൂടി മെഷർ ചെയ്തിട്ട് കറക്റ്റ് എക്സാക്ട് സൈസ് വരയ്ക്കുക. ഓക്കെ, ഇനി അതുപോലെ ഇവിടെ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. അല്ലെ, ടോപ്പ് കോർണറിന് ഇങ്ങോട്ട് സിമെട്രിക്കൽ ആയില്ലേ. The vehicle and the animal you can complete. സിമെട്രി എന്താണെന്ന് മനസ്സിലായി. ഇവിടെ ലൈൻ ഓഫ് സിമെട്രി തന്നിട്ടുണ്ട്. ലൈൻ ഓഫ് സിമെട്രിയുടെ മിറർ ഇമേജ് ആയിരിക്കണം ഇപ്പുറത്തെ സൈഡിൽ വരുന്നത്. സോ ഇവിടെ എത്ര ലെങ്ത് ഉണ്ടോ അത്രയും ലെങ്ത് ഇങ്ങോട്ട് ഇതേപോലെ ഇപ്പുറത്തെ സൈഡിൽ പിക്ചർ വരയ്ക്കുക. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ചിൽഡ്രൻ. Now draw 3 objects that match these shapes. The first one is an example. You're given a clock, circular shape illulla object varikkan parayundu. You can draw anything. You can just look around you. Whatever you see, you can draw it here. You can draw your tiffin box here. Tiffin box is circular aanannundengil you can draw a circular tiffin box. ചപ്പാത്തി വരയ്ക്കാം അല്ലെ. ചപ്പാത്തി സർക്കുലർ ഷേപ്പിലാണ് ഉണ്ടാവുക അല്ലെ. ദെൻ സ്ക്വയർ ഷേപ്പിൽ എന്തൊക്കെയാണ് കണ്ടിരിക്കുന്നത്? ചെസ് ബോർഡ് കണ്ടിട്ടുണ്ടോ? ചെസ് ബോർഡ് എന്താ ഷേപ്പ്? ചെസ് ബോർഡ് സ്ക്വയർ അല്ലേ. സോ യു കെൻ ഡ്രോ എ ചെസ് ബോർഡ്. ചീസിന്റെ സ്ലൈസ് കണ്ടിട്ടുണ്ടോ? അതെന്താ ഷേപ്പ്? ദാറ്റ്സ് എ സ്ക്വയർ. Similarly, you can look around any object. You can look around objects. You can look into objects around you and find out different shapes illalla objects. Triangular objects. 3-pin plug കണ്ടിട്ടുണ്ടോ? നമ്മള് 3-pin plug നോക്കി കഴിഞ്ഞാല് അതിന്റെ പിൻഭാഗം ഇരിക്കുന്നത് എങ്ങനെയാണ്? ട്രയാങ്കുലർ ഷേപ്പ് ആണ് അല്ലേ. So you can draw a 3-pin plug over here. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചുറ്റും നോക്കിയാൽ മതി. നിങ്ങളുടെ കണ്ണിൽ എന്താണോ കാണുന്നത് you can draw some objects that are triangular in shape around you. Okay. Then hexagonal shape. Hexagonal shapeൽ വരുന്നത് പെൻസിലിന്റെ ബാക്ക്. എല്ലാ പെൻസിൽസും റൗണ്ട് അല്ല. Some pencils are hexagonal in shape. അല്ലേ. So that is one example. Then rectangle. Of course rectangle നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ടിവിയുടെ സ്ക്രീൻ റെക്ടാങ്കുലർ ഷേപ്പ് ആണ്. Our notebooks are rectangular shape. The other day you showed me so many things that are rectangular in shape. അല്ലേ. നമ്മുടെ വീഡിയോ സെഷനിൽ നിങ്ങൾ കുറേ സാധനങ്ങൾ കാണിച്ചു തന്നാണ്. So you can draw things that are rectangular in shape. So now fill the triangles with small triangles, the squares with small squares. Fill the pentagons with dots, the hexagons with a color,
and octagons with stripes. ഇപ്പൊ എന്താ പറഞ്ഞിരിക്കുന്ന ട്രയാങ്കിള് തന്നിരിക്കുന്നതിന്റെ എല്ലാത്തിന്റെയും ഓരോ എക്സാമ്പിൾ കാണിച്ചു തരാം. Fill the triangles with small triangles. ഇവിടെ ട്രയാങ്കിൾ തന്നിട്ടുണ്ട് അല്ലെ. ഈ ട്രയാങ്കിളിന്റെ ഉള്ളില് എങ്ങനെ ഫിൽ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? സ്മോൾ ട്രയാങ്കിൾസ് വെച്ചിട്ട് ഫിൽ ചെയ്യാൻ പറഞ്ഞില്ല. ഇവിടെ ട്രയാങ്കിൾ വരച്ചു, ട്രയാങ്കിൾ വരച്ചു. So I am filling this with triangles. കുറേ ട്രയാങ്കിൾസ് വെച്ചിട്ട് ഇതിനെ ഫിൽ ചെയ്തു. ഇനി എന്താ പറയുക, സ്ക്വയർസ് വിത്ത് സ്മോൾ സ്ക്വയർസ്. ഇവിടെ എവിടെയാണ് സ്ക്വയറിൽ? ഇത് സ്ക്വയർ ആണ് അല്ലേ. ഇതിനെ see, I have filled it with many squares. കുറേ സ്ക്വയർസ് ഉണ്ട്, ഫിൽ ചെയ്തു. Now fill pentagons with dots. 5-sided figures a pentagon. 1, 2, 3, 4, 5. അപ്പോൾ pentagons ne dot വെച്ചിട്ട് fill ചെയ്യാൻ പറ്റുന്നുണ്ട്. I fill the pentagons with dots. You can do it little neatly. ഇത് mouse sound ആയതുകൊണ്ട് അത് drag ചെയ്ത് വരുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. When you do it, you can do it little more neatly. ഇവിടെ ഈ ട്രയാങ്കിൾ അത്ര ട്രയാങ്കിൾ ആയിട്ട് കാണാനില്ല അല്ലേ. So I'll draw it. This is a triangle. This is a triangle. Yeah. The triangle. More triangles. Triangle on the fill idille. Ini hexagons with a color. Hexagon nu പറഞ്ഞാല് എത്ര സൈഡഡ് ഫിഗർ ആണ്? ഹെക്സഗൺ 6-sided figures. 1, 2, 3, 4, 5, 6. 6-sided figure ne color ചെയ്യാൻ പറഞ്ഞു. So see, I have colored the hexagon. ഇനി octagon with stripe. Octagon എന്ന് പറഞ്ഞാൽ എത്ര സൈഡുള്ള ഫിഗേഴ്സ് ആണ്? 8-sided figures. അപ്പോൾ ഇത് octagon ആണ് അല്ലേ. 1, 2, 3, 4, 5, 6, 7, 8. octagonsനെ സ്ട്രൈപ്സ് വെച്ചിട്ട് octagonനെ സ്ട്രൈപ്സ് വെച്ചിട്ട് ഫിൽ ചെയ്തു. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? sort the pattern shapes into the carol diagram. carol diagramത്തിൽ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ we'll have 2 columns, at least 2 columns. അപ്പോൾ ഇവിടെ ഒരു ട്രൂ ആയിട്ടൊരു കണ്ടീഷൻ ഉണ്ടാവും, ഇവിടെ നോട്ട് ട്രൂ ആയിട്ടൊരു കണ്ടീഷൻ ഉണ്ടാവും. ഹിയർ ഇറ്റ് ഇസ് 5 or more sides ഉള്ള ഷേപ്സിനെ ഇവിടെ വരയ്ക്കണം. does not have 5 or more sides. When you look at the shapes, we know a triangle has 3 sides and a square has 4 sides. They do not have 5 or more sides. 5-നേക്കാളും ലെസ് സൈഡ്സ് ഉള്ള ഷേപ്സ് ആണ് ട്രയാങ്കിളും സ്ക്വയറും. അപ്പൊ കാരൽ ഡയഗ്രത്തിൽ ഇവിടെ ട്രയാങ്കിൾ വന്നു, സ്ക്വയർ വന്നു. ഇവിടെയോ ഹിയർ യു വിൽ ഹാവ് എ പെന്റഗൺ. 5-sided figures ആണ് പെന്റഗൺ. So here we'll have a pentagon. Then we'll have a hexagon here. Hexagon more than 5 sides ആണ് അല്ലേ. ഹെക്സഗൺ ഉണ്ട്. ഇനിയോ octagon ഉണ്ട് അല്ലേ. 1, 2, 3, 4, 5, 6, 7, 8. Here we have octagon. അപ്പോൾ ഇതിനെ 2 പാർട്ടായിട്ട് നമ്മൾ സോർട്ട് ചെയ്തു. with 5 or more sides and does not have 5 or more sides. അങ്ങനെ സോർട്ട് ചെയ്യണേനെയാണ് നമ്മൾ കാരൽ ഡയഗ്രാം എന്ന് പറയുന്നത്. So that is about symmetry. Please go through the video, children. In case if you have any doubts, please do post it in the stream. That's all for today. Thank you and take care.